ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ഇപ്പൊ രാവിലെ തന്നെ നമ്മുടെ അനീഷും ഗീതാനും തമ്മിൽ നല്ല പൊരിഞ്ഞടി നടക്കാണ്. ആദ്യമാണല്ലോ പുതിയ ക്യാപ്റ്റൻ. അപ്പൊ ക്യാപ്റ്റനെ ടീമുകളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ടീമുകളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടാസ്ക് ലെറ്റർ വായിക്കുന്ന എടുക്കാൻ പോകുന്ന കാര്യത്തിൽ ഒരു വഴക്കവിടെ ഉണ്ട് സ്ഥിരം. നമ്മുടെ അനീഷാണല്ലോ എന്ത് റിസ്ക് എടുത്തും ഓടിപ്പോയി ടാസ്ക് ലെറ്റർ എടുക്കുന്നത്. അപ്പൊ ഇന്ന് ആദില പറയുന്നുണ്ട് ടാസ്ക് ലെറ്റർ ആർക്ക് വേണേലും എടുക്കും, പക്ഷെ അത് വായിക്കുന്ന താനായിരിക്കും എന്ന് പറയുന്നു. പക്ഷെ അനീഷ് അവിടെ പറയുന്നു ടാസ്ക് ലെറ്റർ ഞാൻ പോയി എടുക്കും, അത് ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് എന്നും പറഞ്ഞാണ് ലെറ്ററിന്റെ തുടക്കമൊന്നുണ്ട്, ഞാനത് വായിക്കത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനത് വായിക്കും, ഉറപ്പായിട്ട് ഞാൻ വായിച്ചിരിക്കും എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഞാൻ വായിച്ചിരിക്കും എന്ന് പറയുന്നു. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ ആരും ഒരു അഭിപ്രായം പറയാൻ സമ്മതിക്കുന്നില്ല. ഇതിനിടയിൽ ഷാനവാസ് എഴുന്നേൽക്കുന്നോട് അഭിപ്രായം പറയാനായിട്ട് അക്ബർ എഴുന്നേൽക്കുന്നുണ്ട്, ആതിര പറയുന്നുണ്ട്, ഒരക്ഷരം പറയാൻ സമ്മതിക്കുന്നു. പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് പറയാനായിട്ട്. കാരണം അത് ആദ്യം വന്ന് എടുക്കണമോ വേണ്ടയോ, എടുത്തിട്ട് ക്യാപ്റ്റൻ്റെ കൊടുക്കണമോ വേണ്ടയോ, അല്ലെ ക്യാപ്റ്റനാണ് ഇത് എടുക്കേണ്ടത്, വേറെ ആരും വന്ന് എടുക്കണ്ട എന്നൊക്കെ നിർദ്ദേശങ്ങൾ പലരുടെ ഉള്ളിലുണ്ട്. ഇത് പറയാനായിട്ട് ഒരു തരത്തിൽ അനീഷ് സമ്മതിക്കത്തില്ല. ഇത് തന്നെ അനീഷ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഷാനവാസ് പലതവണയായിട്ട് എഴുന്നേൽക്കുന്നുണ്ട് അഭിപ്രായം പറയാനായിട്ട്, പക്ഷേ അനീഷ് സമ്മതിക്കത്തില്ല. അപ്പൊ തന്നെ അനീഷ് ചാടി എന്നിട്ട് അനീഷ് വീണ്ടും പറയുന്നുണ്ട് ഞാൻ തന്നെ എടുക്കും, ഞാനാണ് ഇത്രയും നാൾ എടുത്തത്, ഞാൻ എടുക്കുമ്പോൾ മാത്രം എന്താണ് കുഴപ്പം, ഇന്ന് നിവിനാണല്ലോ ടാസ്കിലൊക്കെ എടുത്തത്, ഇന്നതിന് കുഴപ്പമില്ലല്ലോ, ഞാൻ എടുക്കുന്നതിന് മാത്രം എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞു വരും. ഷാനവാസ് അവിടെ ഇരിക്കും. വീണ്ടും അക്ബർ എഴുന്നേറ്റ് എന്തെങ്കിലും പറയുമ്പോൾ വീണ്ടും അനീഷ് എഴുന്നേറ്റ് വീണ്ടും അവർ തന്നെ ഞാൻ ഇതെടുക്കും, ബിഗ് ബോസ് പറയുന്നത് വരെ ഞാൻ എടുക്കും, ക്യാപ്റ്റന് ശ്രദ്ധിക്കുന്ന അല്ലാത്ത ലെറ്റർ ആണെങ്കിൽ ഞാൻ വായിച്ചിരിക്കും, ഉറപ്പായിട്ട് ഞാൻ വായിച്ചിരിക്കും. അതൊരു സൈഡിൽ നടക്കുന്നത്. എല്ലാവരും പറഞ്ഞിട്ട് ഈ അനീഷ് കേൾക്കുന്നതേ ഇല്ല. ഇതിനിടയിൽ അനീഷൊന്നും നമ്മുടെ ഷാനവാസ് അനീഷിനെ ഒന്ന് പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഫിസിക്കൽ അസോൾട്ടിനകത്ത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് സെലക്ട് ചെയ്യാം. പക്ഷെ ജസ്റ്റ് ഈ വർത്തമാനത്തിനിടയിൽ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ തെള്ളുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല നടന്നത്. എന്തായാലും എൻ്റെ പൊന്നു ഈ അനീഷിനെ കൊണ്ട് ഒരു പരിധി ഉണ്ടെന്നേ. ഒരു കാര്യം പറയുമ്പം എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യത്തിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യണം. അല്ലാതെ തനിക്ക് പറയാനുള്ള കാര്യത്തെ മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ അഭിപ്രായം വരുന്നത്? ഓരോരുത്തർക്കും പറയാനുള്ള അഭിപ്രായങ്ങളില്ലേ? ഇപ്പൊ ഷാനവാസും അനീഷും തമ്മിൽ നല്ല അടിയാണ് നടക്കുന്നത്. കാരണം ഷാനവാസും അനീഷും തമ്മിലുള്ള അഭിപ്രായങ്ങൾ എന്ത് പറഞ്ഞാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് വെക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇപ്പൊ അങ്ങ് പോയി. ലൈവിൽ നടക്കുന്ന ഇതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാം.